മാധ്യമം നിലപാട് പേജ് ലേഖനം AR ഉവൈസിമാർ ഉണ്ടാവുന്നത്. നിസാം ഭരണകാലത്തെ ഹൈദരാബാദിൽ പ്രവർത്തിച്ചു വന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമീൻ. AIMIM സുപ്രീമോ സലാഹുദ്ദീൻ ഉവൈസിയാണ് പാർലമെന്റിൽ സ്ഥിരമായി ഹൈദരാബാദിനെ പ്രതിനിധാനം ചെയ്തു വന്നത്. പിൻഗാമികളായി മക്കൾ അസദുദ്ദീൻ ഉവൈസിയും അനുജൻ അക്ബറുദ്ദീൻ ഉവൈസിയും പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്റർ ബിരുദം നേടിയ അസദുദ്ദീൻ നിയമജ്ഞനും ഇംഗ്ലീഷ് ഉറുദു ഭാഷകളിൽ ഉജ്ജ്വല പ്രസംഗകനും എന്നതിലുപരി സമർത്ഥനായ സംഘാടകനുമാണ്. തങ്ങളുടെ പൈതൃക സ്വത്തായി ഉവൈസിമാർ കരുതുന്ന മജ്ലിസിൽ ഇടക്കാലത്ത് കുടുംബ ആധിപത്യത്തിനും അഴിമതിക്കുമെതിരെ മജ്ലിസ് ബജാവോ പ്രസ്ഥാനവുമായി അമാനുള്ള ഖാനും കൂട്ടുകാരും രംഗത്തു വന്നെങ്കിലും അവരെയൊക്കെ നിരായുധരാക്കുന്നതിൽ ഉവൈസിമാർ വിജയിച്ചു. തെലങ്കാന നിയമസഭയിൽ 7 സീറ്റുകൾ ഫിക്സഡ് ഡിപ്പോസിറ്റുള്ള മജ്ലിസ് മഹാരാഷ്ട്രയിലും ഭാഗ്യപരീക്ഷണത്തിനിറങ്ങിയപ്പോൾ ഒരു നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആദ്യമായല്ല AIMIM രംഗത്തിറങ്ങുന്നത്. എന്നാൽ ഇത്തവണ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ സീമാഞ്ചലിൽ നിന്ന് 5 പേരെ പാർട്ടി ടിക്കറ്റിൽ ജയിപ്പിച്ചെടുത്ത അസദുദ്ദീൻ ഉവൈസി ദേശീയ തലത്തിൽ ചർച്ച കേന്ദ്രമായിരിക്കുന്നു. ദേവേന്ദ്ര യാദവിന്റെ സമാജ്വാദി സമതാ പാർട്ടി, ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക സമതാ പാർട്ടികളെ ചേർത്ത് മൂന്നാം മുന്നണിയായിട്ടാണ് മത്സരിച്ചതെങ്കിലും നേട്ടമുണ്ടാക്കാനായത് മജ്ലിസിന് മാത്രമാണ്. ബീഹാറിലെ 4 കോടി സമ്മതിദായകരിൽ 5 ലക്ഷം പേരിലധികം മജ്ലിസിന് വോട്ട് ചെയ്തുവെന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും വോട്ടുകൾ കൂടി RJD കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മഹാസഖ്യത്തിന് ലഭിച്ചിരുന്നെങ്കിൽ NDA പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമായിരുന്നു എന്നാണ് മതേതര മുസ്ലിം വൃത്തങ്ങളിൽ നിന്ന് വരുന്ന വിമർശനം. അതായത് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ മുസ്ലിങ്ങൾ മാറി ചിന്തിച്ചതുകൊണ്ടാണ് ആ പാർട്ടിയുടെ സീറ്റുകൾ 27 നിന്ന് 19 കുറഞ്ഞതും മൊത്തം മഹാസഖ്യം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതും എന്നാണ് വിമർശനത്തിന്റെ മർമ്മം. ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ രാഷ്ട്രീയത്തിൽ വേറിട്ട് സംഘടിക്കാതെയും മത്സരിക്കാതെയും ഇരുന്നാലേ BJP നയിക്കുന്ന വലതുപക്ഷ മുന്നണി അധികാരത്തിൽ വരാതിരിക്കൂ എന്നാണ് സമുദായത്തിനകത്തും പുറത്തുമുള്ള ഗുണകാംക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നത്. ബീഹാറിൽ മാത്രമല്ല, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിലും മുസ്ലിങ്ങൾ മതേതര പാർട്ടികളോടൊപ്പം നിന്നാലേ BJP വിപത്തിനെ പ്രതിരോധിക്കാനാവൂ എന്നതാണ് അവരുടെ വാദത്തിന്റെ രത്നച്ചുരുക്കം. ഉവൈസിക്ക് ഈ സിദ്ധാന്തത്തിന് വ്യക്തമായ മറുപടിയുണ്ട്. നാളിതുവരെ കോൺഗ്രസിന്റെയും മറ്റു മതേതരമെന്ന് അവകാശപ്പെടുന്ന പാർട്ടികളോടൊപ്പമായിരുന്നു മുസ്ലിങ്ങൾ. അവരെ അധികാരത്തിലേറ്റുന്നതിൽ മുസ്ലിങ്ങൾ നിർണായക പങ്ക് വഹിച്ചിട്ടുമുണ്ട്. പക്ഷേ പകരം കിട്ടിയതെന്ത്? ബീഹാറിനെ തന്നെ അദ്ദേഹം ഉദാഹരണമായി എടുക്കുന്നു. ബംഗ്ലാദേശ്, നേപ്പാൾ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിക്ക് തൊട്ടടുത്ത പ്രദേശമാണ് സീമാഞ്ചൽ. 2 രാജ്യങ്ങളിൽ നിന്നും അവിടേക്ക് ധാരാളം നുഴഞ്ഞുകയറ്റക്കാർ കടന്നെത്തിയതായി കുറ്റപ്പെടുത്തുന്ന BJP അവരെയൊക്കെ പുറന്തള്ളാനായിട്ടാണ് പൗരത്വ ഭേദഗതി നിയമങ്ങളായ CAAയും NRCയും പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത്. പക്ഷേ മുസ്ലിങ്ങളെ വാക്കുകളിൽ പോലും ആശ്വസിപ്പിക്കാൻ കോൺഗ്രസോ RJDയോ തയ്യാറായിട്ടില്ല. അത്രയും പേടിയാണ് അവർക്ക് BJPയെ. ഇതൊരു വർഗീയ പ്രശ്നമല്ല, ഭരണഘടനാ പ്രശ്നമാണ്. ഞങ്ങളുടെ പാർട്ടി അതിനെ അഡ്രസ് ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷമായി തങ്ങൾ രംഗത്തുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഉവൈസി പ്രളയത്തിലും കോവിഡ് വ്യാപനത്തിലും ദുരിതമനുഭവിക്കുന്നവരുടെ പുനരധിവാസത്തിന് വേണ്ടി നിരന്തരം പ്രയത്നിക്കുന്നതായി അവകാശപ്പെടുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്നവരുടെ കണ്ണീരൊപ്പാൻ സാധ്യമായതൊക്കെ ചെയ്യുന്നു. സ്ത്രീകളാണ് തങ്ങളെ ഏറ്റവും അധികം പിന്തുണക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഈ അവകാശവാദങ്ങളിലെ അതിശയോക്തി ഒഴിച്ചു നിർത്തിയാൽ തന്നെ ഇതേവരെ കോൺഗ്രസിനെ പിന്തുണച്ചുവെന്ന് മുസ്ലിം ന്യൂനപക്ഷത്തിന് ആ പാർട്ടി എന്തു ചെയ്തു എന്ന ചോദ്യം ഉത്തരം തേടുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന പ്രശ്നഗ്രാമങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതുപോലും മുസ്ലിം പ്രീണനമായി ചിത്രീകരിക്കുന്ന തീവ്ര ഹിന്ദുത്വ നിലപാട് രാജ്യത്തെ സെക്കുലർ പാർട്ടികളെ ചകിതരാക്കിയിട്ടുണ്ട് എന്നത് അനിഷേധ്യ സത്യമാണ്. എത്രത്തോളം എന്നാൽ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം പ്രശ്നത്തെയോ അവരുടെ പ്രാഥമിക ആവശ്യത്തെയോ കുറിച്ച് ക്യാമ്പയിനുകളിൽ മിണ്ടാൻ പോലും കോൺഗ്രസിന് പേടിയാണ്. UPയിൽ മുസ്ലിം വേട്ടക്കെതിരെ കമ എന്നുച്ചരിക്കാൻ പോലും അവരുടെ രക്ഷകരായി ചമഞ്ഞ SP-യും BSPയും ഭയക്കുന്നു. ബാബരി മസ്ജിദ് ഹൈന്ദവർക്ക് വിട്ടുകൊടുത്ത സുപ്രീം കോടതി വിധിയെയും മസ്ജിദ് ധ്വംസനത്തിൽ പങ്കാളികളെന്ന്
ലിബർഹാൻ കമ്മീഷൻ കണ്ടെത്തിയവരെ ഒന്നടക്കം വിട്ടയച്ച ലക്നോ CBI കോടതി ഉത്തരവിനെയും കുറിച്ച് അർത്ഥഗർഭമായ മൗനമാണ് മൗലാന മുലായം സിംഗ് സ്ഥാപിച്ച പാർട്ടിയും മായാവതിയും സ്വീകരിച്ചത്. കോൺഗ്രസ് ആവട്ടെ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയായിരുന്നു. പൗരത്വ ഭേദഗതി നിയമങ്ങൾക്കെതിരെ ഇരകൾ പ്രക്ഷോഭം നയിച്ചപ്പോൾ ഈ പാർട്ടികളൊന്നും അവരെ പിന്തുണച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ COVID-19 മറവിൽ അവരെ വേട്ടയാടി UAPA ചുമത്തി ജയിലിലടക്കുമ്പോൾ പോലും ഘനഗംഭീര മൗനം. ഇവിടെ മറ്റൊരു വസ്തുത കൂടി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. ഉവൈസി പശ്ചിമ ബംഗാളിലേക്ക് കൂടി തൻ്റെ പാർട്ടിയുമായി വന്നാൽ മതേതര വോട്ടുകൾ ശിഥിലമായി BJP നേട്ടം കൊയ്യുമെന്ന ചിലരുടെ ആശങ്കയിൽ ശരിയുണ്ടായിരിക്കെ തന്നെ അവിടെ CPIM-ഉം കോൺഗ്രസും ഒന്നിക്കുന്നത് മതേതര പാർട്ടിയായ തൃണമൂലിനെതിരെയാണെന്ന സത്യം മറച്ചു പിടിക്കുകയാണ്. BJPക്കെതിരെ തൃണമൂൽ CPM കോൺഗ്രസ് ഐക്യധാരണ സാധ്യമായാലേ പിടിച്ചു നിൽക്കാനാവൂ. ഇങ്ങിവിടെ കേരളത്തിലേക്ക് വന്നാൽ മുന്നോക്ക സവർണ സമുദായങ്ങളുടെ സാമ്പത്തിക സംവരണം കേന്ദ്ര സർക്കാരിനേക്കാൾ ആവേശപൂർവ്വം നടപ്പാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സർക്കാരാണ്. പിന്നോക്ക സമുദായ സംവരണത്തെ അത് ബാധിക്കുന്നുണ്ടെന്ന് വസ്തുതകൾ ഉദ്ധരിച്ച് ചൂണ്ടിക്കാട്ടിയും പിണറായി സർക്കാരോ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസോ മിണ്ടുന്നില്ല. ചുരുങ്ങിയപക്ഷം സവർണരായ ഉദ്യോഗസ്ഥ ലോബിയുടെ കള്ളക്കളികൾ തിരുത്താൻ പോലും നടപടികൾ ഉണ്ടാവുന്നില്ല. കാരണം വ്യക്തം, മുന്നോക്ക ജാതികളുടെ വോട്ട് നഷ്ടം അവർ ഭയപ്പെടുന്നു. ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവരാണ് CPM-ന്റെ കണ്ണിൽ വർഗീയ തീവ്രവാദികൾ. മുസ്ലിം ലീഗ് പോലും പിന്നോക്ക സമുദായങ്ങളോടൊപ്പം നിൽക്കുന്നതാണ് അവരുടെ കണ്ണിൽ ആപൽക്കരമായ വ്യതിയാനം. ഇതാണ് നിലനിൽക്കുന്ന സാഹചര്യമെങ്കിൽ ഉവൈസിമാർ രംഗത്തു വരും, മുതലെടുക്കും, മതേതര സമൂഹത്തെ ഭിന്നിപ്പിക്കും. തീർത്തും ഏകപക്ഷീയമായ കുറ്റപ്പെടുത്തൽ കൊണ്ട് അവരെ നിശബ്ദരാക്കാനോ അടക്കിയിരുത്താനോ കഴിയില്ല. നന്നേ ചുരുങ്ങിയത് മതനിരപേക്ഷ ജനാധിപത്യ മതന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകിയ അവകാശങ്ങൾ നേടിയെടുക്കാൻ സമാധാനപരമായി പൊരുതുന്നവരെ വർഗീയ തീവ്രവാദ മുദ്ര കുത്താതിരിക്കാനുള്ള സൗമനസ്യമെങ്കിലും മതേതരത്വത്തിന്റെ വക്താക്കൾ കാണിക്കണം. എല്ലാറ്റിനും പരിഹാരം തങ്ങളുടെ ബാനറിൽ അണിനിരക്കുകയാണെന്ന് നാഴികക്ക് 40 വട്ടം വിളിച്ചു കൂവിയത് കൊണ്ടായില്ല, കർമ്മപദത്തിൽ അത് തെളിയിക്കുകയും വേണം. മൊജോറിറ്റേറിയനിസത്തിന്റെ മുന്നിൽ മുട്ടുമടക്കുന്നവർക്ക് ഈ പറഞ്ഞത് ഉൾക്കൊള്ളാനാവില്ല എന്നത് സത്യമാണ്, പരമസത്യം.